മലയാളം എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ട കുട്ടികളെ, കഴിഞ്ഞ ദിവസം 10ാം തരത്തിലെ ഋതുയോഗം എന്ന പാഠഭാഗമാണ് നമ്മൾ പരിചയപ്പെട്ടത്. അവിടെ നമ്മൾ കാളിദാസനെ കുറിച്ചും കാളിദാസന്റെ അഭിജ്ഞാന ശാകുന്തളം എന്ന കൃതിയെക്കുറിച്ചും ARനെ കുറിച്ചും മലയാള ശാകുന്തളത്തെക്കുറിച്ചുമെല്ലാം വിശദമായി പറയുകയുണ്ടായി. ഇനി അതിൻ്റെ അടുത്ത ഭാഗമാണ് നമുക്ക് പഠിക്കേണ്ടത്. നമ്മുടെ പാഠഭാഗത്തിൻ്റെ പേര് ഋതുയോഗം. നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ച ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ദുഷ്യന്തൻ കശ്യപ ആശ്രമത്തിൻ്റെ മുൻപിൽ എത്തിച്ചേരുന്നു. കശ്യപ മഹർഷിയുടെ ആശ്രമത്തിൽ അദ്ദേഹം വളരെ മനോഹരമായ ഒരു കാഴ്ച കാണുന്നു, അല്ലെ? തുടർന്ന് എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പാഠഭാഗത്തേക്ക് കടക്കാം. ഇവിടെ ദുഷ്യന്ത മഹാരാജാവ് ആശ്രമത്തിലേക്ക് നടന്നു വരികയാണ്. അദ്ദേഹം അണിയറയിൽ നിന്നുമുള്ള ചില സംഭാഷണങ്ങൾ കേൾക്കാനിടയാകുന്നു. അപ്പൊ അതെന്താണെന്ന് അദ്ദേഹം ശ്രദ്ധിക്കുന്നു. അപ്പോഴാണ് അദ്ദേഹം ഇങ്ങനൊരു ശബ്ദം കേട്ടത്. എന്താണത്? അരുതുണ്ണി, ചാബല്യം കാണിക്കരുത്, ജാതി സ്വഭാവം വന്നു പോകുന്നുവല്ലോ, അല്ലെ? അപ്പൊ ആരോ ഒരു സ്ത്രീ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ സംസാരിക്കുന്നു. എന്ത്? ഉണ്ണി, നീ ഇങ്ങനെ വികൃതിയൊന്നും കാണിക്കല്ലേ, ചാബല്യം, അല്ലെ? ചാബല്യം എന്ന് വെച്ചാൽ ചപലത. നീ ഇങ്ങനെ ചപലതകളൊന്നും എന്ത് ചെയ്യരുത്, കാണിക്കരുത്. പിന്നെ അതിന് കൂടെ തന്നെ പറയണം, അവര് ജാതി സ്വഭാവം വന്നു പോകുന്നുവല്ലോ. കാരണം ആശ്രമമാണ്, അല്ലെ? ആശ്രമത്തില് ഉള്ളവരൊക്കെ തന്നെ വളരെ സ്നേഹത്തോടു കൂടി കഴിയുന്നവരാണ്. അവർ സസ്യലതാദികളെ ആണെങ്കിലും മൃഗങ്ങളെയൊക്കെ ആണെങ്കിലും വളരെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ്. അപ്പൊ നമ്മൾ കഥ തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മൾ കണ്ടതാണല്ലേ, എന്തായിരുന്നു ദുഷ്യന്തൻ കണ്ട കാഴ്ച തന്നെ എന്തായിരുന്നു? ഒരു സിംഹക്കുട്ടിയുടെ പല്ല്, അല്ലെ? ഒരു കുട്ടി ഇരുന്ന് എണ്ണുന്ന ഒരു കാഴ്ചയാണ്. അപ്പൊ ഇവിടെ ഈ സ്ത്രീ പറയുന്നതും അതേ കുട്ടിയോട് തന്നെയാണല്ലോ, അല്ലെ? കാരണം അവൻ എന്താണ്, ആ മൃഗത്തെ പിടിച്ചു വലിച്ച് കളിക്കുകയാണ്. അതുകൊണ്ടാണ് ആ സ്ത്രീ പറയുന്നത്, എന്ത്, നിന്റെ ജാതി സ്വഭാവം വന്നു പോകുന്നുവല്ലോ, അല്ലെ? അപ്പൊ ആശ്രമത്തിലുള്ളവരാണെങ്കിൽ ഒരിക്കലും എന്താണ്, സിംഹത്തെയോ സിംഹക്കുട്ടികളെയോ അല്ലെങ്കിൽ മറ്റു മൃഗങ്ങളെയോ ഒന്നും പിടിച്ചു വലിക്കാനോ അവരെ ഉപദ്രവിക്കാനോ ഒന്നിനും തന്നെ പോവുകയില്ല. അപ്പൊ ഈ കുട്ടി അങ്ങനെ കാണിക്കുന്നത് കണ്ടാണ് ആ സ്ത്രീ പറയുന്നത്, എന്ത്, ജാതി സ്വഭാവം വന്ന് പോകുന്നുവല്ലോ, അല്ലെ? നമുക്കറിയാം ഈ കുട്ടി ആരാണെന്ന്, നമുക്കറിയാവുന്നതാണ്. കാരണം നമ്മൾ അഭിജ്ഞാന ശാകുന്തള കഥയൊക്കെ പറഞ്ഞതാണ്, അല്ലെ? അപ്പം ഈ കുട്ടിയോടാണ് ഇവര് എന്ത് ചെയ്യുന്നത്, സംസാരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ജാതി സ്വഭാവം, അല്ലെ? സാധാരണ രാജാക്കന്മാരാണ് മൃഗങ്ങളുമായിട്ട് എന്താണ് വേട്ടയാടുന്നതും, അല്ലെ? നായാട്ട് നടത്തുന്നതും ഒക്കെ ചെയ്യുന്നത് ആരാണ്? സാധാരണ ക്ഷത്രിയ വംശത്തിൽ പിറന്നവർ തന്നെയാണ്. അപ്പൊ ഈ കുട്ടിയും ഇത്തരത്തിലുള്ള കാഴ്ചകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് ആ സ്ത്രീ എന്ത് പറയുന്നത്, അവിടെ ജാതി സ്വഭാവം കാണിക്കുകയാണല്ലോ നീ എന്ന്, അല്ലെ? അപ്പം ഇത് ആര് കേൾക്കാണ്? നമ്മുടെ രാജാവ് കേൾക്കാണ്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ വിചാരിക്കാണ്, ഇവിടെ അഭിനയം വരുന്നതല്ല, പിന്നെ ആരെയാണ് നിരോധിക്കുന്നത്? ഏതാണ് ഈ ബാലൻ? പിന്തുടരുന്ന താപസിമാരെ ഒട്ടും വകവെക്കുന്നില്ലല്ലോ, അല്ലെ? അപ്പൊ രാജാവ് ഇങ്ങനെ ചിന്തിക്കണം, എന്തിനാണ് ഇവര് ഈ കുട്ടിയോട് ഇങ്ങനെ പറയുന്നത്? ഇവൻ എന്താണ് ഒരു ആശ്രമത്തിലെ ബാലകനായിരുന്നിട്ടും ഈ സന്യാസിനികൾ പറയുന്നതൊന്നും അനുസരിക്കാത്തത്, അല്ലെ? കാരണം ഇവരിങ്ങനെ അരുതുണ്ണി, ചാബല്യം കാണിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്, അല്ലെ? പക്ഷെ ഈ കുട്ടി എന്ത് ചെയ്യുന്നില്ല, അവരെ ശ്രദ്ധിക്കുന്നതേ ഇല്ല. കാരണം അവന്റെ കളികൾ മുഴുവനും ആരോടൊപ്പമാണ്? സിംഹക്കുട്ടിയോടൊപ്പമാണ്. അപ്പൊ രാജാവ് ഇത് എന്താണ് സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട് രാജാവ് വീണ്ടും എന്ത് ചെയ്യാണ്, ആ കുട്ടിയിലേക്ക് തന്നെ നോക്കുകയാണ്. കാരണം അവൻ ഇതൊന്നും മേശുന്നില്ല, അല്ലെ? അപ്പൊ അവൻ എന്താ ചെയ്യുന്നത് നോക്കൂ. മുലപാതി കുടിച്ചു നിൽക്കവേ ഗളരോമങ്ങൾ പിടിച്ചുലച്ചിത ബലമോടു വലിച്ചിടുന്നിതേ കളിയാടാനൊരു സിംഹബാലനെ, അല്ലെ? എന്താണ് ചെയ്യുന്നത്? മുലപാതി കുടിച്ചു നിൽക്കവേ, അല്ലെ? പാല് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ആര്? സിംഹക്കുട്ടി, അല്ലെ? സിംഹക്കുട്ടി അതിന്റെ അമ്മയുടെ അരികിൽ ചെന്നിട്ട് പാല് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഇവൻ എന്ത് ചെയ്യുന്നത്, അതിന്റെ ഗളരോമങ്ങൾ, അല്ലെ? ഗളം എന്ന് വെച്ചാൽ എന്താ? കഴുത്ത്. അപ്പൊ കഴുത്തിലെ രോമങ്ങൾ എന്ത് ചെയ്യണം, പിടിച്ചിട്ട് ആ സിംഹത്തിന്റെ അരികിൽ നിന്നും ആ സിംഹക്കുട്ടി എന്ത് ചെയ്യാണ്, വേർപെടുത്താൻ വേണ്ടി അവൻ ശ്രമിക്കാണ്. അവൻ എന്താ പറയുന്നത്? ബലമോടെ പിടിച്ചു വലിക്കുന്നു, അല്ലെ? എന്തിനു വേണ്ടിയിട്ട്? അവന് കളിക്കാൻ വേണ്ടിയിട്ട്, അല്ലെ? എന്തായിരുന്നു അവന്റെ കളി? സിംഹക്കുട്ടിയെ പിടിച്ചുകൊണ്ട് വരാ, അതിന്റെ വായിൽ എന്ത് ചെയ്യാ, വിരലിട്ട് അതിനിങ്ങനെ പല്ലുകൾ ഇങ്ങനെ എണ്ണി നോക്കുക, അല്ല? അതാണല്ലോ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞത്, അല്ലെ? അപ്പൊ വീണ്ടും എന്ത് ചെയ്തിരിക്കാം, ആ സിംഹക്കുട്ടി ഓടി അതിന്റെ അമ്മയുടെ അരികിലേക്ക് പോയതാണ്. അപ്പൊ നമ്മുടെ ഈ ബാലൻ എന്ത് ചെയ്യുന്നു, അവിടെ ചെല്ലുന്നു, അതിന്റെ കഴുത്ത്, അല്ലെ? കഴുത്തിലെ രോമങ്ങൾ പിടിച്ചു വലിച്ച് നിർബന്ധപൂർവ്വം കൊണ്ടുവരികയാണ് അവന് കളിക്കുവാൻ വേണ്ടിയിട്ട്, അല്ലെ? എന്നിട്ട് അവൻ എന്താണ് ആ സിംഹക്കുട്ടിയോട് പറയുന്നത് നോക്കൂ. എന്താണ്? വായ പൊളിക്കൂ സിംഹക്കുട്ടി, നിന്റെ പല്ല് ഞാൻ എണ്ണട്ടെ, അല്ലെ? സിംഹക്കുട്ടി, നീ നിന്റെ എന്താണ് വായ ഒന്ന് പൊളിക്ക്, ഞാൻ നോക്കട്ടെ നിനക്ക് എത്ര പല്ലുണ്ടെന്ന്, അല്ലെ? അപ്പൊ അത് കണ്ടിട്ട് ആ താപസി, അല്ലെ? സന്യാസിനികൾ അങ്ങോട്ട് നടന്നു വരികയാണ്.
അപ്പൊ അതിൽ ഒന്നാമത്തെ സന്യാസിനി പറയാണ് അല്ലെ, എന്താണ് അവർക്കെല്ലാം കൂടെ ഈ കളികളൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ അവര് പറയാണ്, ചി ചണ്ടിത്തരം കാണിക്കരുത് അല്ലെ, നീ ഇങ്ങനെ ചണ്ടിത്തരം കാണിക്കരുത്. ഇവിടെ ചണ്ടിത്തരം എന്ന് പറഞ്ഞാൽ ഈ തരത്തിലുള്ള വികൃതിത്തരം ഒന്നും കാണിച്ചുകൂടാ അല്ലെ. കാരണം എന്താ, ഞങ്ങൾ ഈ ആശ്രമത്തിലെ മൃഗങ്ങളെയൊക്കെ മക്കളെ പോലെ വളർത്തുന്നതാണ്. ഞങ്ങൾ മക്കളെ പോലെ ലാളിച്ച് ഓമനിച്ച് വളർത്തുന്ന മൃഗങ്ങളെയാണ് നീ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ പിടിച്ചു വലിച്ചൊക്കെ ഉപദ്രവിക്കുന്നത് അല്ലെ. നിന്റെ തുനിവ് കുറച്ച് കൂടി പോകുന്നുണ്ട് അല്ലെ. തുനിവ് എന്ന് വെച്ചാൽ എന്താ, നിന്റെ വികൃതി, നിനക്ക് കുറച്ച് വികൃതി എന്താണ് കൂടി വരുന്നുണ്ട്. വെറുതെ അല്ല കേട്ടോ അല്ലെ, സർവ്വധമനൻ എന്ന് നിനക്ക് മഹർഷിമാർ പേരിട്ടത് അല്ലെ. അവന്റെ പേരെന്താണ്, സർവ്വധമനൻ അല്ലെ. എല്ലാത്തിനെയും എന്താണ് അടക്കി നിർത്താൻ കഴിവുള്ളവൻ എന്നാണ് എന്തിന്റെ അർത്ഥം, സർവ്വധമനൻ. അപ്പൊ മഹർഷിമാർ നിനക്ക് വെറുതെ അല്ല, അറിഞ്ഞിട്ട പേര് തന്നെയാണ് എന്തെന്ന്, സർവ്വധമനൻ എന്ന് എന്ത് ചെയ്യുന്നു ആ സ്ത്രീ പറയുകയാണ് കേട്ടോ. എരിയാൻ വിറക് കാത്തിടും പൊരിയായുള്ളൊരു ഹവ്യവാഹന്, ശരിയായി നിനച്ചിടുന്നു ഞാൻ പെരിയോർക്കുള്ളൊരു വീരബാലനെ അല്ലെ. എന്താണെന്ന് വെച്ചാല്, എരിയാൻ വിറക് കാത്തു കിടക്കുന്ന ആരെ പോലെ, അഗ്നിയെ പോലെ എന്ന് വെച്ചാല് ഒരു കഷ്ണം വിറകും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ ആളിപ്പടരാൻ തയ്യാറായി നിൽക്കുന്ന തീപ്പൊരിയെ പോലെ ശോഭിച്ചു കൊണ്ടിരിക്കുന്ന ഈ കുട്ടി ആരാണ്? എനിക്കിവനെ കണ്ടിട്ട് ഇവൻ ഏതോ ഒരു ശ്രേഷ്ഠനാണ് എന്ന് തോന്നുന്നുവല്ലോ അല്ലെ. കാരണം രാജാവിന്റെ ചിന്തയിലുണ്ട്. കാരണം ഒരു മുനികുമാരൻ ചെയ്യുന്ന പ്രവൃത്തിയല്ല ആര് ചെയ്യുന്നത്, ഇവിടെ ഈ കുട്ടി ചെയ്യുന്നത് അല്ലെ. ഇവന് ഒന്നിനെയും എന്തില്ല, പേടിയില്ല അല്ലെ. മാത്രവുമല്ല അവനെന്താണ്, വല്ലാത്ത ഒരു തേജസ് അല്ലെ, വല്ലാത്തൊരു തേജസ് എന്ത് ചെയ്യുന്നുണ്ട്, അവന്റെ മുഖത്ത് അങ്ങനെ കളിയാടുന്നുണ്ട്. അപ്പൊ രാജാവ് ഇങ്ങനെ വിചാരിക്കാണ്, ഒരു കഷ്ണം വിറക് മതി തീപ്പൊരി എന്ത് ചെയ്യാൻ, ആളി കത്താൻ അല്ലെ. അങ്ങനെ ആളി പടരുന്ന ഈ കുട്ടി അല്ലെ, അത്രയും ശ്രേഷ്ഠനാണ് എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ഉദ്ദേശിച്ചത് കേട്ടോ. ആളി പടരാൻ തയ്യാറായി നിൽക്കുന്ന അഗ്നിയെ പോലെ ശോഭിക്കുന്ന ഇവൻ ആരാണ് എന്ന് ആര് ചിന്തിക്കുന്നു, രാജാവ് അവിടെ വീണ്ടും ചിന്തിക്കുകയാണ്. അപ്പോഴാണ് ഒന്നാമത്തെ താപസി വീണ്ടും ആരോട് സംസാരിക്കാണ്, നമ്മുടെ സർവ്വധമനോട് സംസാരിക്കുകയാണ്. എന്താണ് അവർ പറയുന്നത് നോക്കൂ, കുഞ്ഞെ ഈ സിംഹക്കുട്ടിയെ വിട്ടേക്കൂ, നിനക്ക് കളിക്കാൻ ഞാൻ വേറെ ഒന്നിനെ തരാം അല്ലെ. കാരണം എങ്ങനെയെങ്കിലും അവന്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യണം, ആ സിംഹക്കുട്ടിയെ വിടിക്കണം. അതുകൊണ്ടാണ് ഒന്നാം താപസി എന്ത് പറയുന്നത്, കുഞ്ഞെ നീ അവനെ വിട്ടേക്കൂ, നിനക്ക് കളിക്കാൻ കളിക്കോപ്പല്ലേ വേണ്ടത് അല്ലെ, നിനക്ക് ഞാൻ കളിക്കാൻ ഒരു സാധനം തരാം, നീ അതിനെ വിട്ടേക്കൂ. അപ്പൊ കുട്ടി എന്താ ചെയ്യുന്നത്, എവിടെ തരൂ അല്ലെ, എന്നാ അത് വേഗം താ അല്ലെ. എന്തെങ്കിലും ഒന്നും കിട്ടാതെ അവൻ എന്ത് ചെയ്യാൻ പോകുന്നില്ല, ആ സിംഹക്കുട്ടിയെ വിടാൻ വേണ്ടിയിട്ട് അവൻ പോകുന്നില്ല. അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു, എങ്കിൽ എനിക്ക് ഇന്ന് തന്നേക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ കൈ എന്ത് ചെയ്തു, അവൻ ആ സന്യാസിനിയുടെ നേരെ അങ്ങ് നീട്ടിക്കൊടുത്തു. അപ്പൊ രാജാവ് എന്ത് ചെയ്യണം, ആ കുട്ടിയുടെ ആ നീട്ടി പിടിച്ച കൈകളിലേക്ക് രാജാവ് ഒന്ന് സൂക്ഷിച്ചു നോക്കി അല്ലെ. അപ്പൊ ആ കൈകളുടെ പ്രത്യേകത രാജാവ് ശരിക്കും അത്ഭുതപ്പെട്ടു പോവാണ്. ഒരു മുനികുമാരനാണ് ഇവൻ, എന്നിട്ടും അവന്റെ കൈകള് എന്തുപോലെ ഇരിക്കുന്നു, രാജകീയ മുദ്ര അല്ലെ, രാജകീയമായ എന്താണ് ഒരു രാജകുമാരന്റെ കൈകളെ പോലെ അവന്റെ കൈകൾ എന്ത് ചെയ്യുന്നു, ശോഭിക്കുന്നു. എന്ന് വെച്ചാൽ ഒരു ചക്രവർത്തിയുടെ എല്ലാ ലക്ഷണങ്ങളും ഒത്തുചേർന്ന കൈകളാണ് അവൻ്റെത് എന്ന് എന്ത് ചെയ്യാണ് രാജാവ് തിരിച്ചറിയാണ് കേട്ടോ. അപ്പൊ നോക്കൂ എന്താ പറയുന്നത് നോക്കൂ, കളിക്കോപ്പേൽക്കാനായി കുതുകമൊടു നീട്ടിയിടിനകരം വിളക്കി ചേർത്തോണം വിരൽ നിറഞ്ഞെരുങ്ങി തൊടുകയാൽ വിളങ്ങുന്നു രാഗം ദൃശമെഴുമുഷസ്സിൽ ദലകുലം തെളിഞ്ഞിടാതൊന്നായി വിടരുമൊരു തണ്ടാർ മലരു പോൽ അല്ലെ. എന്താണ്, കളിക്കോപ്പേൽക്കാനായി കുതുകമൊടു നീട്ടിയിടിനകരം അല്ലെ. അപ്പൊ അവൻ എന്താ പറഞ്ഞത്, എങ്കിൽ തരൂ എന്ന് പറഞ്ഞാണ് അവന്റെ കൈകൾ നീട്ടിയത് അല്ലെ. അപ്പൊ കളിക്കോപ്പ് ഏറ്റുവാങ്ങുവാൻ വേണ്ടി കുതുകം എന്താണ്, കൗതുകം അല്ലെ, എന്ത് കളിക്കോപ്പായിരിക്കും തരുന്നത് അല്ലെ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അതിന്റെയൊക്കെ ഒരു ആഹ്ലാദം അവന്റെ മനസ്സിലുണ്ട്. അപ്പം കൗതുകത്തോട് കൂടിയിട്ടാണ് അവൻ എന്ത് ചെയ്തത്, അവന്റെ കൈകൾ അങ്ങോട്ട് നീട്ടിയത്. അപ്പൊ കളിക്കോപ്പ് ഏറ്റുവാങ്ങുവാൻ വേണ്ടി കൗതുകത്തോടു കൂടി നീട്ടിയ അവന്റെ കരം അല്ലെ കൈകളിലേക്ക് രാജാവ് നോക്കി. അപ്പൊ എന്താണ്, വിളക്കി ചേർത്തോണം വിരൽ നിറഞ്ഞെരുങ്ങി തൊടുകയാൽ അല്ലെ. എന്തുപോലെയാണ്, വിളക്കി ചേർത്തതുപോലെ. കാരണം നമ്മളൊക്കെ കൈ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെ ചെറിയൊരു ധാരം പലർക്കും എന്ത് ചെയ്യും, പുറത്തുകൂടെ കാണാം അല്ലെ. ഇങ്ങനെ ഉയർത്തി പിടിച്ചാലും എല്ലാം പുറമേയുള്ള കാഴ്ചകളൊക്കെ കാണാം. പക്ഷെ നല്ല ഒരു യോദ്ധാവിന് അല്ലെങ്കിൽ നല്ല ഒരു എല്ലാ ഗുണഗണങ്ങളുമുള്ള പ്രത്യേകിച്ച് ക്ഷത്രിയർക്കൊക്കെ വിരലുകൾ എങ്ങനെയാണ് അത്രേ ചേർത്ത് പിടിച്ച് ഉണ്ടാക്കിയതുപോലെ ഇരിക്കും, വിളക്കി ചേർത്തതുപോലെ ഞെരിഞ്ഞമർന്ന് അങ്ങനെ ഇരിക്കും. ഇങ്ങനെ എന്താണ്, വിടവൊന്നും ഉണ്ടാവില്ല, ഒക്കെ അങ്ങനെ ഞെരിഞ്ഞമർന്ന്
നിൽക്കും. അതേപോലെ ആ ബാലന്റെ കൈകൾ അല്ലെ, ആ കൈവിരലുകൾ എന്ത് ചെയ്തിരിക്കുന്നു? ഞെരിഞ്ഞമർന്ന് അങ്ങനെ ഇരിക്കുകയാണ് അല്ലെ. അപ്പൊ എന്താണ്? കളിക്കോപ്പ് വാങ്ങുവാൻ വേണ്ടി നീട്ടിയ അവന്റെ കൈകൾ എന്തുപോലെ? വിളക്കി ചേർത്തതുപോലെ ഞെരിഞ്ഞമർന്നിരിക്കുന്നു അല്ലെ. അത് മാത്രാണോ? എന്താണ് മറ്റൊരു പ്രത്യേകത രാജാവ് കാണുന്നത്? നോക്കൂ. വിളങ്ങുന്നു രാഗം ദൃശമെഴുമുഷസ്സിൽ ധലകുലം തെളിഞ്ഞിടാതൊന്നായി വിടരുമൊരു തണ്ടാർ മലരു പോൽ അല്ലെ. പ്രഭാതം അല്ലെ. ഉഷസ് എന്ന് വെച്ചതാണ് പ്രഭാതം. പ്രഭാതത്തില് വിടരാൻ തയ്യാറായി നിൽക്കുന്ന താമര മുട്ട് പോലെ അല്ലെ അവന്റെ കൈവെള്ളം എന്ത് ചെയ്തു? കാണപ്പെട്ടു എന്ന് വെച്ചാൽ ഇളം ചുമപ്പ് നിറമാണ് ആരുടെ കൈകൾക്ക്? ആ ബാലകന്റെ കൈകൾക്ക് അല്ലെ. അപ്പൊ പ്രഭാതത്തിലാവുമ്പോ എന്താണ്? നമ്മുടെ താമര പൂർണ്ണമായിട്ടും എന്ത് ചെയ്തിട്ടുണ്ടാവില്ല? വിടർന്നിട്ടുണ്ടാവില്ല അല്ലെ. അതിങ്ങനെ പ്രത്യേക ആ മുട്ട് ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിലായിരിക്കും നിൽക്കുന്നത് അല്ലെ. പതുക്കെ പതുക്കെയാണ് അത് എന്ത് ചെയ്യുന്നത്? വിടർന്ന് വരുന്നത്. അപ്പം ഇളം ചുവപ്പ് നിറത്തോടു കൂടിയ അവന്റെ ആ കൈകള് പ്രഭാതത്തിൽ വിടർന്ന് നിൽക്കുന്ന താമര മുട്ട് പോലെ ആർക്ക് തോന്നിച്ചു? രാജാവിന് തോന്നിച്ചു അല്ലെ. അപ്പൊ എന്തൊക്കെയാണ് രാജാവിന് തോന്നിച്ചത് നോക്കൂ. കളിക്കോപ്പ് ഏറ്റുവാങ്ങുവാൻ വേണ്ടി അവന്റെ കൈകൾ കൗതുകത്തോടു കൂടി നീട്ടി. അപ്പോൾ ആ കൈകളിലെ വിരലുകളൊക്കെ അങ്ങനെ ഞെരിഞ്ഞമർന്ന് വിളക്കി ചേർത്തതുപോലെ ഇരിക്കുന്നു അല്ലെ. പിന്നെ അവന്റെ കൈയാകട്ടെ അല്ലെ, കൈയിലെ വിരലുകളൊക്കെ എന്തുപോലെ? താമരമുട്ട് പോലെ. ഇങ്ങനെയുള്ള താമരമുട്ട് പ്രഭാതത്തിൽ വിടരാൻ തയ്യാറായി നിൽക്കുന്ന താമരമുട്ട് പോലെ ശോഭിക്കുന്നതായിട്ട് ആർക്ക് തോന്നുന്നു? ഇവിടെ രാജാവിന് തോന്നുകയാണ്. നോക്കൂ. അപ്പോഴും അവൻ എന്താണ്? അവൻ ആരെ വിട്ടിട്ടില്ല? സിംഹക്കുട്ടിയെ വിട്ടിട്ടില്ല. അവൻ അതിന്റെ കളിയിൽ തന്നെയാണ് അല്ലെ. കാരണം മറ്റൊന്നും കിട്ടാതെ അവൻ എന്ത് ചെയ്യാൻ പോകുന്നില്ല? അതിന് വിടാൻ പോകുന്നില്ല. അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ട് ഒന്നാം താപസി രണ്ടാം താപസിയോട് പറയാണ്. എന്താണ് ഒന്നാം താപസി പറഞ്ഞത്? സുബ്രതെ, ഇവനെ വാക്കുകൊണ്ടൊന്നും നമുക്ക് തൃപ്തിപ്പെടുത്താൻ പറ്റില്ല അല്ലെ. ഇവന് നമ്മൾ സംസാരിച്ചിട്ടൊന്നും എന്ത് ചെയ്യാൻ പോകുന്നില്ല. ഇവൻ ഈ സിംഹക്കുട്ടിയെ വിടാൻ പോകുന്നില്ല അല്ലെ. അതുകൊണ്ട് നീ എന്റെ പർണശാലയിൽ ചെന്നിട്ട് അവിടെ മാർക്കണ്ഡേയന്റെ ചായം തേച്ച മൺമയിലുണ്ട്. നീ ചെന്നിട്ട് ആ മൺമയിലിനെ എടുത്തു കൊണ്ടുവന്ന് ഇവന് കൊടുക്കൂ. എങ്കിൽ മാത്രമേ ഇവൻ എന്ത് ചെയ്യാൻ പോകുന്നുള്ളൂ? ഈ സിംഹക്കുട്ടിയെ വെറുതെ വിടുകയുള്ളൂ അല്ലെ എന്ന് പറയുന്നു. അപ്പൊ അത് കേട്ടിട്ട് ഒന്നാം താപസി അത് മനസ്സിലാക്കുന്നു അല്ലെ. ഒന്നാം താപസിയുടെ വാക്ക് രണ്ടാം താപസി മനസ്സിലാക്കുന്നു. ശരി, ഞാൻ അങ്ങനെ തന്നെ ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ട് അവൾ എന്ത് ചെയ്യാണ്? അകത്തേക്ക് പോവുകയും ചെയ്യുന്നു കേട്ടാ. അപ്പം ബാലൻ അവിടെ നിന്ന് പറയാം, അത് കിട്ടുന്നത് വരെ ഞാൻ എന്തുകൊണ്ട് തന്നെ കളിക്കും, ഇതിനെ കൊണ്ട് തന്നെ കളിക്കും എന്ന് പറഞ്ഞ് അവൻ വീണ്ടും എന്ത് ചെയ്യാണ്? അവന്റെ കളി അങ്ങോട്ട് തുടർന്നു. അപ്പൊ രാജാവ് ചിന്തിക്കുകയാണ്, ഈ കുട്ടിയെ നോക്കൂ, ഒരു ദുശാഠ്യക്കാരനാണ് അല്ലെ. അവന്റെ ശാഠ്യത്തിൽ നിന്നും അവൻ വിചാരിച്ചത് അവൻ നടത്തും അല്ലെ. അത്രയും ദുശാഠ്യം എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ കുട്ടി കാണിക്കുന്നുണ്ട്. എന്നിട്ടും രാജാവിന് അവനോട് എന്ത് തോന്നുന്നു? വല്ലാത്തൊരു അടുപ്പം തോന്നുകയാണ്. അപ്പൊ രാജാവ് വിചാരിക്കുകയാണ്, ഇത്രയും ദുശാഠ്യക്കാരനായിട്ട് പോലും എനിക്ക് ഇവനോട് ഇങ്ങനെ വല്ലാതൊരു അടുപ്പം തോന്നുന്നുണ്ടല്ലോ, എന്താണ് അതിന് കാരണമെന്ന് രാജാവ് ചിന്തിച്ചു. രാജാവ് വീണ്ടും എന്ത് ചെയ്യാണ്? ആ കുട്ടിയെ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് അടുത്ത് നോക്കൂ. പല്ലിൻമൊട്ടുകൾ ഹേതുവന്യേ ചിരിച്ചൽപ്പം തെളിച്ചും രസിച്ചുല്ലാസത്തോടു ചൊല്ലിയും ചില വജസ് വ്യക്തമുദ്ധാക്ഷരം അംഗത്തിൽ കുതുകത്തോടെയേറിയമരും ബാലന്റെ പൂമേനിമേൽ തങ്കും പങ്കമണിഞ്ഞിടുന്നു സുഹൃതം ചെയ്തോരു ധന്യജനം അല്ലെ. എന്താണ് രാജാവ് ചിന്തിക്കുന്നത്? പല്ലിൻമൊട്ടുകൾ ഹേതുവന്യേ ചിരിച്ചൽപ്പം തെളിച്ചും അല്ലെ. പല്ലിൻമൊട്ടുകൾ അങ്ങനെയുള്ള പല്ലാണ് അല്ലെ. കുട്ടിയുടെ പല്ലിന്റെ മുട്ട് മുല്ലപ്പൂ പോലുള്ള അല്ലെ, മുല്ലമുട്ട് പോലുള്ള എന്താണ് പല്ലുകളാണ് ആർക്കുള്ളത്? ഇവിടെ നമ്മുടെ ഈ ബാലകന് ഉള്ളത്. അപ്പൊ മുല്ലമുട്ടുകൾ പോലുള്ള ആ പല്ലുകൾ കാണിച്ച് നല്ല തെളിഞ്ഞ് ചിരിച്ച് അല്ലെ. കുട്ടികളാണ് എപ്പോഴും കുട്ടികൾ എന്താണ് എല്ലാവരെയും കണ്ടാലും ചിരിക്കും അല്ലെ. നന്നായിട്ട് ചെറിയ മക്കൾ നന്നായിട്ട് ചിരിക്കും. അപ്പൊ തെളിഞ്ഞ മനസ്സോടുകൂടി തെളിഞ്ഞ് ആര് ചിരിക്കുകയാണ് ഇവിടെ? ആ കുട്ടി മുല്ലമുട്ട് പോലുള്ള പല്ലൊക്കെ കാണിച്ച് അവനങ്ങനെ ചിരിക്കുന്നു അല്ലെ. പിന്നെയോ ചില വജസ് അവ്യക്തമുദ്ധാക്ഷരം. വജസ് എന്ന് വെച്ചാൽ എന്താണ്?
വാക്ക്. കൊച്ചു കുട്ടികൾ സംസാരിക്കുന്നത് നമ്മളൊക്കെ കണ്ടിട്ടുള്ളതാണ് അല്ലെ. നമുക്കൊക്കെ ഇഷ്ടമാണ് ആര് സംസാരിക്കുന്നത്, കുട്ടികൾ. കാരണം വാക്ക് എപ്പോഴും എന്താണ്, പൂർണ്ണമായിട്ടും അവർക്ക് വരില്ല, ഒരു പ്രത്യേക കൊഞ്ചലും അല്ലെ ഒരു താളവും ഒക്കെ അവരുടെ എന്തിനുണ്ടായിരിക്കും, സംസാരത്തിനുണ്ടായിരിക്കും. അപ്പൊ രാജാവ് അതൊക്കെ കണ്ട് അതൊക്കെ കേട്ട് രാജാവ് ഇങ്ങനെ ആസ്വദിക്കുകയാണ് അല്ലെ. മുല്ലമുട്ട് പോലുള്ള പല്ലൊക്കെ കാണിച്ച് തെളിഞ്ഞ് ചിരിച്ച് അവ്യക്തമായി സംസാരിക്കുന്ന ഈ കുട്ടി ആരായിരിക്കാം അല്ലെ എന്നൊക്കെ രാജാവ് വീണ്ടും വീണ്ടും ഇങ്ങനെ ചിന്തിക്കുന്നു. മറ്റൊന്നും കൂടെ അല്ലെ, മറ്റൊന്നെന്താ അദ്ദേഹം പറയുന്ന നോക്കൂ, അംഗത്തിൽ അംഗം എന്ന് വെച്ചാൽ എന്താ, ശരീരം അല്ലെ. അപ്പൊ അംഗത്തിൽ കുതുകത്തോടേറി അമരും. അവൻ കൊച്ചുകുട്ടിയാണ്, അവൻ അവിടെയൊക്കെ ഇല്ലേ പല സ്ഥലങ്ങളിലും ഇരുന്ന് കളിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അവന്റെ ശരീരത്തിലെ ബാലന്റെ പൂമേനിമേൽ, പൂമേനി പൂ പോലുള്ള ശരീരം അല്ലെ, ആ കുട്ടിയുടെ പൂ പോലുള്ള ശരീരത്തിൽ തങ്കും പങ്കമണിഞ്ഞിടുന്നു. പങ്കം എന്ന് വെച്ചാൽ ചളി അല്ലെ, പൊടിയും ചളിയൊക്കെ ആരുടെ മേലുണ്ട്, ആ കുട്ടിയുടെ മേലുണ്ട്. പക്ഷെ അവനെന്തായിരിക്കും, എത്ര പൊടിയും ചളിയാണെങ്കിലും അവന്റെ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും അല്ലെ അവനെ കാണുമ്പോൾ എന്താണ്, ഓടി എടുത്ത് എന്താണ് മടിയിൽ ഇരുത്തൊക്കെ ചെയ്യും. അപ്പോൾ അവനെ അല്ലെ എത്ര ചളിയായിട്ടാണെങ്കിലും അല്ലെങ്കിൽ പൊടി നിറഞ്ഞിട്ട് വരികയാണെങ്കിൽ പോലും അവന്റെ അച്ഛനും അമ്മയും എന്ത് ചെയ്തിരിക്കാം, അവനെ എടുത്ത് മടിയിൽ വെക്കും അല്ലെ. അപ്പൊ അവന്റെ ശരീരത്തിലുള്ള പൊടി ഏൽക്കുന്നത് പോലും ആ അച്ഛനും അമ്മയും എന്തായിട്ടായിരിക്കും കാണുന്നത്, ജീവിതത്തിലെ വലിയൊരു ഭാഗ്യമായിട്ടായിരിക്കും കാണുന്നത് അല്ലെ. അപ്പൊ രാജാവിന്റെ ഒരു ചിന്തകളാണ്, അവന്റെ ശരീരത്തിലുള്ള ആ ചളിയും പൊടിയും ഒക്കെ ഏൽക്കാനുള്ള ഭാഗ്യം പോലും ചെയ്തവരാണ് ഇവന്റെ അച്ഛനമ്മമാർ എന്ന് രാജാവ് അങ്ങനെ ചിന്തിക്കുന്നു അല്ലെ. അപ്പൊ എന്താണ് ഒന്നുകൂടെ പറയാം, മുല്ലമുട്ട് പോലുള്ള പല്ലുകൾ കാണിച്ച് ചിരിച്ചും അവ്യക്തമായി സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ ബാലൻ അല്ലെ എന്താണ്, അതീവ സുന്ദരനും ശ്രേഷ്ഠനും തന്നെയാണ്. ഇവന്റെ ശരീരത്തിലേറ്റ പൊടികൾ പോലും ഏറ്റുവാങ്ങാൻ അല്ലെ മടിത്തട്ടിൽ ഏറ്റുവാങ്ങാൻ പുണ്യം ചെയ്തവരാണ് തീർച്ചയായും ഇവന്റെ അച്ഛനും അമ്മയും എന്നൊക്കെ ആരിങ്ങനെ ചിന്തിക്കുന്നു, നമ്മുടെ രാജാവ് അങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് വീണ്ടും എന്ത് ചെയ്യുന്നത്, അവരുടെ സംസാരം രാജാവ് കേൾക്കുന്നത്. അപ്പൊ താപസി എന്ത് പറയുന്നു, ആകട്ടെ ഇവൻ എന്നെ കൂട്ടാക്കുന്നില്ല അല്ലെ, ആരാണ് ഇവനെ ഒന്ന് വിടിവിക്കാൻ. കാരണം ആ സന്യാസിനി അവിടെയൊക്കെ തിരയാണ് അല്ലെ. മറ്റാളാണെങ്കിൽ മയിലിനെ എടുക്കാൻ വേണ്ടിയിട്ട് അകത്തേക്ക് പോയി അല്ലെ, മൺമയിലിനെ എടുക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. കുട്ടിയാണെങ്കിൽ എന്ത് ചെയ്യുന്നില്ല, അവര് പറഞ്ഞതൊന്നും അനുസരിക്കുന്നില്ല. അപ്പൊ ആ സ്ത്രീ ഇങ്ങനെ എല്ലായിടത്തും തിരയാണ്. വല്ല മുനികുമാരന്മാർ അല്ലെ, ആശ്രമമാണ്, വല്ല മുനികുമാരന്മാർ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നിങ്ങോട്ട് വരണേ അല്ലെ. അകത്തേക്ക് നോക്കി വിളിച്ചു പറയാണ്, മുനികുമാരന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നിങ്ങോട്ട് വരണേ, ഞാൻ പറഞ്ഞിട്ടൊന്നും ഇവൻ എന്ത് ചെയ്യുന്നില്ല, കേൾക്കുന്നില്ല. ഈ സിംഹക്കുട്ടിയെ എങ്ങനെയെങ്കിലും ഒന്ന് വിടുവിക്കണേ എന്ന് ആ സ്ത്രീ ഇങ്ങനെ പറയുന്നു. അപ്പോഴാണ് അവരാരെ കാണുന്നത്, തന്റെ മുന്നിൽ ഇങ്ങനെ ഒരു രാജാവ് വന്ന് നിൽക്കുന്നത് ആ സ്ത്രീ കാണുന്നു. അപ്പൊ അവരെന്ത് ചെയ്യാണ്, അദ്ദേഹത്തോട് പറയണം, ഭദ്ര അല്ലെ ഒന്ന് വരുമോ, ഒന്ന് ഈ സിംഹക്കുട്ടിയെ ഇവന്റെ കയ്യിൽ നിന്നും വിടുവിച്ചു തരാമോ, ഇവൻ കണ്ടില്ലേ അവനെ പിടിച്ചു വലിച്ച് വേദനിപ്പിച്ച് എന്ത് ചെയ്യാണ്, കളിക്കുകയാണ്. ഇവന് ഒന്ന് എന്താണ്, ഇവന്റെ കയ്യിൽ നിന്ന് ഒന്ന് താങ്കള് എന്ത് ചെയ്തു തരൂ, ഈ സിംഹക്കുട്ടിയെ ഒന്ന് വിടുവിച്ച് തരാൻ പറ്റുമോ എന്ന് ആര് ചോദിക്കുന്നു, ആ തപസി നമ്മുടെ ദുഷ്യന്ത മഹാരാജാവിനോട് ചോദിച്ചു. അപ്പൊ അത് കേട്ടപ്പോ രാജാവ് പറയാം, തീർച്ചയായും ഞാൻ അങ്ങനെ തന്നെ എന്ത് ചെയ്യാം, തീർച്ചയായും ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞ് പുഞ്ചിരിച്ചുകൊണ്ട് രാജാവ് ആ കുട്ടിയോട് എന്ത് ചെയ്യാണ്, സംസാരിക്കുകയാണ് കേട്ടോ. അപ്പൊ എന്താണ് രാജാവ് സംസാരിക്കുന്നത് നോക്കൂ അല്ലെ. അവനെ വിളിച്ചത് തന്നെ നോക്കൂ, എടോ മഹർഷി ബാലക. കാരണം മുനികുമാരന്റെ വേഷമൊക്കെ ധരിച്ചിരിക്കുകയാണല്ലോ അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹം എന്ത് വിളിച്ചത്, എടോ മഹർഷി ബാലക. തുടർന്ന് അദ്ദേഹം എന്താ പറഞ്ഞത്, വിരുദ്ധ വൃത്തി നീ ചെറുപാമ്പു ചന്ദനമരത്തിനെന്ന പോൽ വെറുതെ വിശുദ്ധതര സത്വ സൗമ്യമാം പിറവിക്കു ദോഷമുളവാക്കി വെക്കൊല അല്ലെ. എന്താ പറഞ്ഞിട്ടുള്ളത്, തെറി കാട്ടി ആശ്രമ വിരുദ്ധ വൃത്തി നീ അല്ലെ. ഈ ആശ്രമത്തില്, ഇതൊരു ആശ്രമമാണ് അല്ലെ, ആശ്രമം എപ്പോഴും എന്തായിരിക്കും, പവിത്രമായിരിക്കും അല്ലെ, പവനമായതാണ് ഇതെന്ന് പറയുന്നത്, ആശ്രമം എന്ന് പറയുന്നത്. തെറി ഇവിടെ തെറി എന്ന് ഉദ്ദേശിച്ചത് എന്താണ്, വികൃതി. നീ ഇങ്ങനെ വികൃതിയൊക്കെ കാണിച്ചിട്ട് ഈ ആശ്രമത്തിന്റെ എന്ത് നശിപ്പിക്കരുത്, പവിത്രത നഷ്ടപ്പെടുത്തരുത്. എന്തുപോലെ, അതെന്തുപോലെയായിട്ടാണ് അദ്ദേഹം സാദൃശ്യപ്പെടുത്തിയിട്ടുള്ളത് നോക്കൂ അല്ലെ. ചെറുപാമ്പു ചന്ദനമരത്തെ, ചെറിയ പാമ്പ് അല്ലെ, വിഷമുള്ളതാണെങ്കിലും ഒരു ചെറിയ പാമ്പ് ചന്ദനമരത്തിന്റെ മുകളിൽ കയറി പറ്റിയാൽ പിന്നെ ആ ചന്ദനമരത്തിന്റെ എന്ത് നഷ്ടപ്പെട്ടു പോകും, വിശുദ്ധി നഷ്ടപ്പെട്ടു പോകും അല്ലെ. ഒരു പാമ്പ് ഒരു ചന്ദന മരത്തിന്റെ മുകളിൽ കയറിയിരിക്കുകയാണെങ്കിൽ നമുക്ക് അതിന്റെ അരികിലേക്ക് ചെല്ലാൻ തന്നെ എന്തായിരിക്കും, പേടിയായിരിക്കും അല്ലെ. അതേപോലെ പവിത്രമായ ഈ ആശ്രമത്തിൽ വളരുന്ന ഈ മുനികുമാരൻ ഇങ്ങനെയുള്ള വികൃതികളൊക്കെ കാണിച്ചിട്ട് ആശ്രമത്തിന്റെ പരിശുദ്ധി എന്ത് ചെയ്യരുത്, നഷ്ടപ്പെടുത്തരുത് എന്നാണ് രാജാവ് പറയുന്നത് കേട്ടോ.
അപ്പൊ എന്താണ് ഒന്നും കൂടെ പറയാം, നീ ഇത്തരത്തിലുള്ള വികൃതികളൊന്നും കാട്ടി ആശ്രമത്തിന്റെ പവിത്രത നഷ്ടപ്പെടുത്തരുത് അല്ലെ. ചെറിയ പാമ്പ് ചന്ദന മരത്തിനെ ദുഷിപ്പിക്കുന്നത് പോലെ നീ എന്ത് ദുഷിപ്പിച്ച് കളയല്ലേ, ഈ ആശ്രമത്തിന്റെ പവിത്രത ദുഷിപ്പിച്ച് കളയല്ലേ എന്ന് രാജാവ് എന്ത് ചെയ്യുന്നു, ആ കുട്ടിയോട് പറയുന്നു കേട്ടാ. എന്നിട്ട് രാജാവ് അത് പറഞ്ഞു നിർത്തുന്നു. ഉടനെ തന്നെ നമ്മുടെ താപസി എന്ത് ചെയ്യാണ്, സംസാരിക്കുകയാണ് അല്ലെ. കാരണം എന്താണ്, രാജാവ് ആ കുട്ടിയെ എന്താണ് വിളിച്ചത്, മഹർഷി ബാലക അല്ലെ. നീ ഒരു മഹർഷി ബാലകനായിട്ടും നീ ഇത്തരത്തിലുള്ള പ്രവൃത്തിയാണല്ലോ ചെയ്യുന്നത് എന്നാണ് എന്ത് ചെയ്തത്, രാജാവ് അവനോട് ചോദിച്ചത്. ഉടനെ തന്നെ ആ സ്ത്രീ പറയുന്നു, എന്ത്, ഇവൻ മഹർഷി ബാലകനല്ല കേട്ടോ അല്ലെ, ഇവനെ മഹർഷി ബാലകനൊന്നും അല്ല അല്ലെ എന്ന് പറയാണ് ആര്, ആ തപസി നമ്മുടെ രാജാവിനോട്. ഇവിടെ സന്യാസിനിയുടെ വാക്ക് കേട്ടിട്ട് നമ്മുടെ രാജാവ് പറയാണ്, അതെ എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട് അല്ലെ. ഇവന്റെ ആകൃതിക്ക് ചേർന്ന പ്രകൃതി കൊണ്ട് തന്നെ അറിയാം അല്ലെ, ഇവന്റെ ശരീര പ്രകൃതി കണ്ടാൽ തന്നെ അറിയാം ഇവൻ എന്തല്ല, ഇവൻ ഒരു മുനികുമാരനല്ല എന്ന് കാഴ്ചയിൽ തന്നെ തിരിച്ചറിയാം. പക്ഷെ എന്ത് ചെയ്യാം, ഇവൻ എന്താണ് ഈ ആശ്രമത്തിന്റെ മുൻപിലാണല്ലോ നിൽക്കുന്നത് അല്ലെ, മുനികുമാരന്റെ വേഷമൊക്കെ ധരിച്ച് ആശ്രമത്തിലാണ് വസിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് എന്ത് ചെയ്തത്, അങ്ങനെ ഒരു സംശയം തോന്നിപ്പോയത് എന്ന് ആര് പറയുന്നു, രാജാവ് പറയുന്നു. ചിരിച്ചുകൊണ്ട് രാജാവ് അവന്റെ കൈ എന്ത് ചെയ്യാണ്, വിടുകയാണ്. അപ്പൊ രാജാവ് ഇങ്ങനെ ചിന്തിച്ചു, കാരണം അവനെ തൊട്ട സമയത്ത് രാജാവിന് വല്ലാത്തൊരു സ്പർശന സുഖം ആരനുഭവിച്ചറിയുന്നു, രാജാവ് അല്ലെ. ആ കുട്ടിയെ തൊട്ടപ്പോൾ ഒരു എന്തെന്നില്ലാത്ത ഒരു സന്തോഷം, ഒരു അനുഭവ സുഖം ആർക്ക് അനുഭവപ്പെടുന്നു, ഇവിടെ രാജാവിന് അനുഭവപ്പെടുകയാണ്. അപ്പൊ രാജാവ് ഇങ്ങനെ ചിന്തിച്ചു അല്ലെ. എന്താണ് രാജാവ് ചിന്തിച്ചു നോക്കൂ, ഗോത്രാദിയൊന്നും അറിയാതെ എനിക്കിവന്റെ ഗാത്രങ്ങളിൽ തൊടുകയാൽ സുഖമിത്രമാത്രം, എത്രയ്ക്കു വേണം ഇവനെ പ്രതിപത്തിയോടെ പുത്രത്വമാർന്നു പുണരുന്നൊരു പുണ്യവാന് അല്ലെ. ഗോത്രാദിയൊന്നും അറിയാതെ എനിക്ക് ഇവന്റെ ഗോത്രം അല്ലെ, ഗോത്രം എന്ന് വെച്ചാൽ എന്താ, ജാതി, ഇവൻ ഏത് ജാതിയിൽപ്പെട്ടവനാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്നിട്ടും ഗാത്രങ്ങളിൽ തൊടുകയാൽ, ഗാത്രം എന്ന് വെച്ചാൽ ശരീരം, ഇവന്റെ ജാതി ഏതാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നിട്ടും ഇവന്റെ ശരീരത്തിൽ ഞാൻ തൊട്ടപ്പോൾ എനിക്ക് ഇത്രമാത്രം സുഖം ലഭിച്ചു എന്നുണ്ടെങ്കിൽ അല്ലെ, എന്നും തന്റെ പുത്രനാണെന്നുള്ള അറിവോടുകൂടി എന്നും ഇവനെ കെട്ടിപ്പുണരുന്ന ഇവന്റെ അച്ഛൻ എന്തുമാത്രം പുണ്യം ചെയ്തവനായിരിക്കുമെന്ന് ആര് ചിന്തിക്കുകയാണ്, ഇവിടെ രാജാവ് ചിന്തിക്കുകയാണ്. എന്താണ്, ഇവൻ അല്ലെ ഏത് ജാതിയിൽപ്പെട്ടവനാണെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. എന്നിട്ടും ഇവന്റെ ശരീരത്തിൽ തൊട്ടപ്പോൾ എനിക്ക് ഇത്രയും സുഖം ലഭിച്ചു എന്നുണ്ടെങ്കിൽ എന്നും ഇവനെ അല്ലെ തന്റെ മകനാണ് എന്നറിഞ്ഞുകൊണ്ട് എന്നും സ്നേഹത്തോടു കൂടി ഇവനെ പുണരുന്ന ഇവന്റെ അച്ഛൻ എന്തുമാത്രം ഭാഗ്യവാനായിരിക്കുമെന്ന് ആര് ചിന്തിക്കുന്നു, വീണ്ടും രാജാവ് അങ്ങനെ ചിന്തിക്കുന്നു കേട്ടാ. അപ്പൊ രാജാവ് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് നമ്മുടെ ഈ താപസി എന്ത് ചെയ്യുന്നത്, ഈ കുട്ടിയെയും ഈ രാജാവിനെയും അവരെന്ത് ചെയ്യുന്നു, മാറി മാറി നോക്കുകയാണ്. അവർക്ക് ആശ്ചര്യം തോന്നുകയാണ്. കാരണം എന്താ, രണ്ടുപേരും എന്താണ് ഒരുപോലെ ഇരിക്കുന്നു അല്ലെ. അപ്പൊ ആ സ്ത്രീ പറയാണ്, ആശ്ചര്യം ആശ്ചര്യം അല്ലെ. അപ്പൊ രാജാവ് ചോദിക്കുന്നു, എന്താണ്, അങ്ങേക്കും ഇവനും ഒരേ ചായ അല്ലെ, എനിക്ക് വിസ്മയം തോന്നുന്നു, നിങ്ങൾ രണ്ടുപേരെയും കാണാൻ എന്തുണ്ട്, ഒരുപോലെ ഉണ്ട്. മാത്രവുമല്ല ഇവന് നിങ്ങളെ മുൻപരിചയമില്ല അല്ലെ, ഞങ്ങളൊന്നും പറഞ്ഞിട്ട് ഇവൻ എന്ത് ചെയ്തിട്ടില്ല, അനുസരിച്ചിട്ടില്ല. നിങ്ങളാണെങ്കിൽ തീരെ പരിചയമില്ലാത്ത ഒരാള്, എന്നിട്ടും നിങ്ങൾ പറഞ്ഞപ്പോൾ അവൻ എന്ത് ചെയ്തിരിക്കുന്നു, അനുസരിച്ചിരിക്കുന്നു. കണ്ടോ, അവൻ എന്ത് വിട്ടിരിക്കുന്നു, ആ സിംഹക്കുട്ടി അവൻ വിട്ടിരിക്കുന്നു അല്ലെ എന്ന് ആര് പറയുന്നു, ആ സ്ത്രീ പറയുന്നു. അത് രാജാവ് വളരെ സൂത്രത്തില് ചോദിക്കുകയാണ് അല്ലെ, ഇവൻ എന്തെല്ലാം മഹർഷി ബാലകനല്ല എന്ന് നിങ്ങൾ പറഞ്ഞു, എങ്കിൽ ഇവൻ ഏത് വംശത്തിൽ പിറന്നവനാണ് അല്ലെ. അപ്പൊ ആ സ്ത്രീ പറയുന്നു, കുരുവംശം. അപ്പൊ അത് കേട്ടപ്പോ രാജാവ് പറയണം, ഞാനും കുരുവംശത്തിൽ പിറന്നവനാണ്, അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് എന്ത് ചെയ്തത്, എന്നെയും ഇവനെയും ഒരുപോലെ തോന്നിച്ചത് അല്ലെ. പൗരവന്മാർക്ക് അന്ത്യമായ അല്ലെ കാലത്ത് ഇത്തരത്തിലുള്ള ഒരു കുലവൃതം അനുഷ്ഠിക്കുന്ന പതിവുണ്ടല്ലോ എന്ന് ആര് പറയുന്നു, രാജാവ് പറയുന്നു. ധരണീഭരണത്തിനായി മുന്നം ഒരു സൗധങ്ങളിൽ വാണതിന്റെ ശേഷം തരുമൂലഗ്രഹസ്ഥരായി ചരിപ്പൂ ഒരു വംശോത്ഭവരേക പത്നിയോടെ അല്ലെ. രാജാവ് ഇങ്ങനെ ചിന്തിക്കുകയാണ് അല്ലെ, അല്ലെങ്കിൽ രാജാവ് ഇങ്ങനെ പറയാണ്, എന്താണ്, രാജാക്കന്മാര് അവരുടെ രാജ്യഭരണങ്ങളൊക്കെ നിറവേറ്റി കഴിഞ്ഞതിന് ശേഷം രാജ്യം, അധികാരം ഇതൊക്കെ ആർക്ക് കൊടുക്കും, മക്കൾക്ക് കൊടുക്കും. ഇന്ന് അവരെന്ത് ചെയ്യും, വാനപ്രസ്ഥം ആഗ്രഹിക്കും അല്ലെ. അതുപോലെ അല്ലെ, അങ്ങനെയുള്ളവരൊക്കെ എന്താണ്, വൃക്ഷലതകളുടെ ചുവട്ടിലാണ് എന്ത് ചെയ്യുന്നത്, ആശ്രമമൊക്കെ കെട്ടി താമസിക്കാറ് കേട്ടോ. അപ്പൊ അതുപോലെ രാജാക്കന്മാര് എന്താണ്, അവരുടെ ഏകപത്നിയോടുകൂടി ഇത്തരത്തിൽ ഇങ്ങനെ വന്ന് താമസിക്കാറുണ്ടല്ലോ എന്ന് രാജാവ് പറയുന്നു. പെട്ടെന്ന് തന്നെ രാജാവ് ഇങ്ങനെ ആലോചിക്കുകയാണ്, അങ്ങനെ
കണ്ടവർക്കൊന്നും എന്താണ് കയറി വരാൻ പറ്റുന്ന ഒരു ആശ്രമമല്ല ഏതെന്ന് പറയുന്നത് കാശ്യപ മഹർഷിയുടെ ഈ ആശ്രമം എന്നും ആര് ചിന്തിക്കുന്നു? രാജാവ് ചിന്തിക്കുന്നു. രാജാവ് അത് പറയുകയും ചെയ്യുന്നു കേട്ടോ. അപ്പൊ രാജാവിന്റെ ആ വാക്കുകൾ കേട്ടിട്ട് ആ താപസി പറയണം, അങ്ങ് പറഞ്ഞത് വളരെ വാസ്തവം തന്നെയാണ് അല്ലെ, നിങ്ങൾ പറഞ്ഞത് വളരെ എന്താണ് ശരി തന്നെയാണ്. ഈ കുട്ടി ഉണ്ടല്ലോ, ഈ ബാലകൻ ഉണ്ടല്ലോ, അപ്സര സംബന്ധം കൊണ്ട് ജനിച്ചതാണ് അല്ലെ. ഇവന്റെ മാതാവ് എന്താണ് അപ്സര സംബന്ധം കൊണ്ട് പിറന്ന ഒരു സ്ത്രീയാണ്. അങ്ങനെയാണ് അവരെന്ത് ചെയ്തത്, ഇവിടെ വന്ന് ഈ ആശ്രമത്തിൽ വന്നിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്, പ്രസവിച്ചത് അല്ലെ. അങ്ങനെ ഇവനെ ഇവിടെ പ്രസവിച്ചു എന്ന് ആ സ്ത്രീ ആരോട് പറയുന്നു? രാജാവിനോട് പറയുന്നു അല്ലെ. ഇവിടെ നമ്മുടെ രാജാവിന് എന്താണ് കൂടുതൽ അറിയാനുള്ള ആകാംക്ഷ ഉണ്ടാവുകയാണ്. കാരണം ഭാര്യയെയും കുഞ്ഞിനെയും അല്ലെ എന്താണ് കുറെ കാലമായി നമ്മുടെ ദുഷ്യന്ത മഹാരാജാവ് അങ്ങനെ അന്വേഷിച്ചുകൊണ്ടേ നടക്കണം. ഈ കുട്ടിയെ കണ്ടപ്പോൾ തന്നെ വല്ലാത്തൊരു പിതൃവാത്സല്യം അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, അവനോട് തോന്നി തുടങ്ങിയിട്ടുണ്ട് അല്ലെ. കുറച്ചു നേരത്തെ സംസാരത്തിൽ നിന്നും അവൻ കുരുവംശത്തിൽ പിറന്നവനാണെന്ന് മനസ്സിലായി അല്ലെ. ഇപ്പൊ ഇതാ അവര് വീണ്ടും സംസാരിച്ച് വരുമ്പോൾ എന്തു പറയുന്നു, ഇവന്റെ അമ്മ അപ്സര സംബന്ധം കൊണ്ട് ജനിച്ചതാണ് അല്ലെ. രാജാവിന്റെ പത്നി ആര്, നമ്മുടെ കഥാനായികയായിട്ടുള്ള എന്താണ് ശകുന്തള അല്ലെ. ദുഷ്യന്തന്റെ ഭാര്യയായ ശകുന്തള അപ്സര സംബന്ധം കൊണ്ട് ജനിച്ചതാണ് അല്ലെ. കഥ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അല്ലെ. വിശ്വാമിത്രന് അല്ലെ ആരിലെ മേനക എന്ന് പറയുന്ന അപ്സരസിൽ ജനിച്ച പുത്രിയാണ് ആര്, ശകുന്തള അല്ലെ. അപ്പൊ അദ്ദേഹത്തിന് കൂടുതൽ എന്താണ്, ഇത് തന്റെ മകനാണോ എന്ന ചിന്തയ്ക്കുള്ള ഒരു വഴി തുറന്നു കിട്ടുകയാണ് അവിടെ. രാജാവ് ഇങ്ങനെ വിചാരിക്കണം, എന്നാൽ ഈ സ്ത്രീയോട് എന്ത് ചോദിച്ചാലോ, ഇവന്റെ അമ്മയുടെ പേര് ചോദിച്ചാലോ അല്ലെ. അപ്പൊ അമ്മയുടെ പേരും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ, ശകുന്തള എന്ന പേരും കൂടെ ലഭിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് കൂടുതൽ എളുപ്പമായി. അപ്പൊ തന്റെ മകനും ഭാര്യയും ഇവിടെ തന്നെ ഉണ്ട് അല്ലെ, അത് ഇവർ തന്നെയാണെന്ന് അദ്ദേഹത്തിന് ഉറപ്പിക്കാം. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം വിചാരിക്കണം, എന്നാൽ ഈ സ്ത്രീയോട് ഇവന്റെ അമ്മയുടെ പേര് ചോദിക്കാം അല്ലെ. പക്ഷെ രാജാവ് അപ്പൊ തന്നെ വിചാരിക്കുന്നു, അങ്ങനെ ചോദിക്കാൻ പറ്റുമോ അല്ലെ. ഒരു രാജാവ് അന്യ സ്ത്രീകളെ കുറിച്ച് അല്ലെ പല സ്ത്രീകളെ കുറിച്ച് ചോദിക്കുന്നത് എന്തല്ലോ, ഒട്ടും ഉചിതമല്ലല്ലോ എന്നൊക്കെ രാജാവ് ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ എങ്കിലും രാജാവ് എന്ത് ചെയ്തു, അങ്ങനെ ഇവന്റെ അച്ഛൻ ആരാണെന്നെങ്കിലും ചോദിക്കാന്ന് വിചാരിച്ചിട്ട് രാജാവ് അവരോട് ചോദിക്കാണ്, എന്താണ് ഇവന്റെ അല്ലെ ആ ശ്രീമതിയുടെ അല്ലെ ആ സ്ത്രീയുടെ ഭർത്താവിന്റെ പേര് ഒന്ന് പറയാമോ, എന്താണ് അവന്റെ പിതാവിന്റെ പേര് അല്ലെ എന്ന് ആര് ചോദിക്കുന്നു, രാജാവ് ചോദിക്കുന്നു. ഉടനെ ആ സ്ത്രീ എന്ത് പറഞ്ഞു, ധർമ്മപത്നിയെ ഉപേക്ഷിച്ച ആ മനുഷ്യന്റെ പേര് പറയുന്നത് പോലും എന്താണ് ലജ്ജാകരം തന്നെയാണ് അല്ലെ. അപ്പൊ അതും കൂടെ കേട്ടപ്പോ ദുഷ്യന്തൻ എന്താണ് കൂടുതൽ ഉറപ്പാവണം, അപ്പോൾ ഞാൻ തന്നെ ആയിരിക്കും അത് അല്ലെ, ഇത് ഞാൻ തന്നെ ആയിരിക്കും. കാരണം ഞാനാണല്ലോ ആരുപേക്ഷിച്ചത്, ധർമ്മപത്നിയെ ഉപേക്ഷിച്ചത്. ഇനിയിപ്പോ എന്താ ചെയ്യാം അല്ലെ. ഇനിയിപ്പോ ഇവളുടെ ഭർത്താവിന്റെ പേരൊക്കെ ഈ സ്ത്രീ പറയത്തുമില്ല അല്ലെ. ഭാര്യയുടെ പേര് അല്ലെ ശകുന്തള, ഇവളുടെ അമ്മയുടെ പേര് ശകുന്തള എന്നാണെന്ന് അങ്ങോട്ട് ചോദിക്കാനും വയ്യ. അല്ലെങ്കിൽ ഇവന്റെ അമ്മയുടെ പേര് എന്താണെന്നും ചോദിക്കാൻ പറ്റില്ല. പരസ്ത്രീ ബന്ധം അല്ലെ, പരസ്ത്രീകളെ കുറിച്ച് ചോദിക്കുന്നത് എന്താണ്, ഒരു രാജാവിന് ചേർന്ന കാര്യവുമല്ല എന്നൊക്കെ ശങ്കിച്ചങ്ങനെ ആര് നിന്ന് പോവാണ്, നമ്മുടെ ദുഷ്യന്ത മഹാരാജാവ് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ അല്ലെ ആശങ്കയ്ക്ക് ഒരു പ്രതീക്ഷയായിക്കൊണ്ട് ആര് വരുന്നത്, അടുത്ത താപസി കടന്നു വരുന്നത് അല്ലെ. അപ്പൊ അവൾ എന്ത് ചെയ്യുന്നുണ്ട്, മയിൽ, അവളുടെ കയ്യിൽ ഒരു മയിലുണ്ട്, നേരത്തെ പോയതാണല്ലോ മൺമയിലിനെ എടുക്കാൻ അല്ലെ. ആ മയിലിനെ ഇങ്ങനെ ആട്ടിയിട്ടാണ് അവള് വരുന്നത്. വന്നപാടെ അവൾ ആ കുട്ടിയോട് ഇങ്ങനെ പറഞ്ഞു, എന്താ പറഞ്ഞത്, സർവധമന അല്ലെ, അവന്റെ പേരാണ് സർവധമന അല്ലെ. സർവധമന നീ ഇങ്ങോട്ട് നോക്ക് അല്ലെ, ശകുന്തലാസ്യം നോക്ക് അല്ലെ. ഈ ശകുന്തലാസ്യം, ശകുന്തത്തിന്റെ ലാസ്യം അല്ലെ, ശകുന്തലാസ്യം ശകുന്തത്തിന്റെ ലാസ്യം. അവരുദ്ദേശിച്ചത് ആ പക്ഷി അല്ലെ, ശകുന്തം എന്താ പക്ഷി, ആ പക്ഷിയുടെ ചിരി എന്ന് വെച്ചാൽ നല്ല ഭംഗിയുള്ള എന്താണ് പക്ഷിയാണ് അല്ലെ. ആ പക്ഷിയുടെ മുഖം ഒന്ന് നോക്കൂ, ഈ ശകുന്തലാസ്യം നീ ഒന്ന് നോക്കൂ എന്നാണ് ആര് പറയുന്നത്, ആ സ്ത്രീ പറയുന്നത്. ഉടനെ അവൻ കുട്ടിയാണ്, ശകുന്തലാസ്യം എന്ന് കേട്ടതും അവൻ ചുറ്റുവട്ടം നോക്കുകയാണ്, അവന്റെ അമ്മ അടുത്തുണ്ടോ അല്ലെ അതറിയാൻ വേണ്ടിട്ട് അവൻ നോക്കുന്നു അല്ലെ. അമ്മ ഇവിടെ ഇല്ലല്ലോ, അവൻ നോക്കിയിട്ട് പറയുന്നു അമ്മ ഇവിടെ ഇല്ലല്ലോ അല്ലെ. അത് കേട്ടിട്ട് താപസി പറയാണ്, മാതൃവത്സലനായ അല്ലെ അമ്മയോട് വളരെയധികം സ്നേഹമുള്ള ഈ കുട്ടി അർത്ഥം മാറ്റി ധരിച്ചിരിക്കുന്നു അല്ലെ എന്ന് ആ സ്ത്രീ പറയുന്നു. അത് കേട്ടിട്ട് അടുത്ത തപസി പറയാണ് അല്ലെ, രണ്ടാം തപസി പറയാണ്, കുഞ്ഞെ ഞാൻ പറഞ്ഞത് ഈ ശകുന്തത്തിന്റെ ലാസ്യം നോക്കാനാണ് അല്ലെ, ഈ പക്ഷിയുടെ ലാസ്യം നോക്കാനാണ് എന്നും പറഞ്ഞുകൊണ്ട് ആ പക്ഷി എന്ത് ചെയ്യുന്നു, അവന്റെ നേർക്ക് നീട്ടി കാണിക്കുന്നു. അപ്പൊ രാജാവിന് കൂടുതൽ ഉറപ്പായി കിട്ടിയല്ലേ, ഇവന്റെ അമ്മയുടെ പേര് ശകുന്തള എന്ന് ആര് തിരിച്ചറിയുകയാണ്, ഇവിടെ രാജാവ് തിരിച്ചറിയുകയാണ്. രാജാവിന്റെ മനസ്സിനകത്ത് കൂടുതൽ എന്തുണ്ടാകുന്നു, സന്തോഷം ഉണ്ടാകുന്നു. അതെങ്ങനെ പ്രകടിപ്പിക്കണമെന്നറിയാതെ അല്ലെ, ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത്, ഇനി എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, ഒന്നുകൂടി ഇങ്ങോട്ട് എന്ത് കിട്ടണം, ഒരു ഉറപ്പായി കിട്ടണം, ഇവൻ തന്റെ മകനാണെന്ന് ഒന്നിങ്ങോട്ട് ഉറപ്പിക്കാൻ അല്ലെ. എന്താണ് ഇനി എന്ത് മാർഗമാണുള്ളത് എന്നിങ്ങനെ രാജാവ് എന്ത് ചെയ്യണം, അവിടെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. ഇവിടെ നമ്മുടെ രാജാവ് ഇങ്ങനെ ഓരോ ചിന്തകളും ഇങ്ങനെ മുഴുകി നിൽക്കുകയാണ് കേട്ടോ.
അപ്പൊ നമ്മുടെ സർവ്വധമൻ എന്താ ചെയ്യുന്നത്, അവന്റെ കയ്യിലൊരു മൺമയിലിനെ കിട്ടി, അവനത് നന്നായി രസിച്ചു, അവനത് എന്ത് ചെയ്യണം, ആട്ടിങ്ങനെ കളിക്കാണ്. അപ്പൊ അവൻ പറയാണ്, ആരോട്, താപസിമാരോട് പറയാണ്, എനിക്ക് ഈ മയിലിനെ നന്നേ രസിച്ചു, അതുകൊണ്ട് ഞാൻ ഇതിനെയും കൊണ്ട് ആരുടെ അരികിലേക്ക് പോവുകയാണ്, എൻ്റെ അമ്മയുടെ അരികിലേക്ക് പോവുകയാണ് എന്നും പറഞ്ഞ് അവൻ എന്ത് ചെയ്യാണ്, അവിടെ നിന്ന് പെട്ടെന്ന് അങ്ങ് എഴുന്നേൽക്കണം. അവൻ കൈനീട്ടി അങ്ങ് എഴുന്നേൽക്കാണ് കേട്ടോ. അപ്പോഴാണ് അവിടെയുള്ള ആ സന്യാസിനികള് അവന്റെ കൈകളിലേക്ക് നോക്കുന്നത്. അവന്റെ കൈകളിൽ ഒരു രക്ഷ കെട്ടിയിട്ടുണ്ട്. ആ രക്ഷ എന്ത് ചെയ്തിരിക്കുന്നു, അവിടെ കാണുന്നില്ല. അവരാകെ രണ്ടുപേരും സംഭ്രമിച്ചു പോയി. അപ്പൊ ഒരു സംഭ്രമത്തോടു കൂടി പറയാണ്, അയ്യോ ഇവന്റെ കയ്യിലുണ്ടായിരുന്ന രക്ഷ എവിടെ? ഇപ്പൊ രാജാവ് എന്ത് ചെയ്തു, താഴെ കണ്ടു. രാജാവ് പറയണം, പരിഭ്രമിക്കൊന്നും വേണ്ട, ഇവൻ നേരത്തെ ആ സിംഹക്കുട്ടിയായിട്ട് നല്ല കളിയിലായിരുന്നല്ലോ, ആ സമയത്ത് അത് എന്ത് ചെയ്തതാണ്, താഴെ വീണു പോയതാണ്, ഞാൻ അത് എടുത്തു തരാം എന്നും പറഞ്ഞ് രാജാവ് അത് എടുക്കാൻ വേണ്ടി കുനിയുന്നു. കുനിഞ്ഞപാടെ ഇവര് രണ്ടുപേരും ഒരുമിച്ച് വിളിച്ച് പറയണം, അയ്യോ അരുതേ, അത് തുടരുതേ, അത് തുടരുതേ എന്ന് പറയുന്നു. പക്ഷെ അപ്പോഴേക്കും നമ്മുടെ രാജാവ് എന്ത് ചെയ്തിട്ടുണ്ട്, ആ രക്ഷ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞിരുന്നു. അപ്പൊ അവരിങ്ങനെ വിസ്മയിച്ച് ഇത് കണ്ടിങ്ങനെ നിന്ന് പോവാണ്. അപ്പൊ രാജാവ് അത് എടുത്തുകൊണ്ട് ചോദിക്കുന്നു, ഞാൻ ഇത് എടുക്കാൻ തുനിഞ്ഞപ്പോൾ നിങ്ങൾ എന്തിനാണ് എന്നോട് ഇത് എടുക്കണ്ട എന്ന് പറഞ്ഞത്, അല്ലെ? അപ്പൊ ഒന്നാമത്തെ തപസി പറഞ്ഞു കൊടുക്കാണ്, രാജാവേ, അല്ലെ മഹാരാജൻ, അല്ലെ താങ്കൾ കേട്ടുകൊണ്ടാലും ഇവന്റെ ജാതക കർമ്മ സമയത്ത് മരീച ഭഗവാൻ ഇവന്റെ കയ്യിൽ കെട്ടിക്കൊടുത്ത അല്ലെ ഒരു രക്ഷയാണിത്, അല്ലെ അപരാജിത എന്ന് പറയുന്ന ഒരു ഔഷധിയാണ് ഈ രക്ഷ എന്ന് പറയുന്നത്. ഇവന്റെ അച്ഛനും അമ്മയും അല്ലാതെ മറ്റാരും ഇത് താഴെ വീണാൽ എടുക്കാൻ പാടില്ല, അല്ലെ? ആരെങ്കിലും അങ്ങനെ എടുക്കാൻ ശ്രമിച്ചാൽ ഉടനെ തന്നെ ആ രക്ഷ പാമ്പായിട്ട് വന്നിട്ട്, അല്ലെ പാമ്പായി മാറിയിട്ട് അതെടുക്കുന്നവനെ കടിക്കും, അല്ലെ? അപ്പൊ രാജാവിന് എന്താണ് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലായി വരികയാണ്, അല്ലെ? കാരണം രാജാവിന് എന്ത് ചെയ്തിട്ടില്ല, അത് കടിച്ചിട്ടില്ല. അച്ഛനും അമ്മയെയുമാണ് അതൊരിക്കലും ഉപദ്രവിക്കാത്തത്, അല്ലെ? അച്ഛനും അമ്മയും എടുത്താൽ അതെന്തായിട്ട് മാറില്ല, പാമ്പായിട്ട് മാറില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും സംശയം തീർക്കണല്ലോ. അപ്പൊ രാജാവ് അവരോട് ചോദിക്കാണ്, നിങ്ങൾ എപ്പോഴെങ്കിലും അങ്ങനെ കണ്ടിട്ടുണ്ടോ? വേറെ ആരെങ്കിലും എടുത്തപ്പോ ഇത് പാമ്പായിട്ട് മാറുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പൊ അവര് പറയുന്നു, തീർച്ചയായും ഒരു തവണയല്ല, ഞങ്ങൾ പല വട്ടം എന്ത് ചെയ്തിട്ടുണ്ട്, ഈ അത്ഭുതം കണ്ടിട്ടുണ്ട് എന്നാര് പറയുന്നു, ഈ സ്ത്രീകള് പറയുന്നു. അപ്പം രാജാവിന് പൂർണ്ണമായും മനസ്സിലായി, ഈ കുട്ടി ആരുടെ പുത്രനാണ്, തന്റെ പുത്രനാണെന്ന് തിരിച്ചറിയുന്നു. അതേ സമയത്ത് തപസിമാര് പറയാണ്, എന്താണെങ്കിലും ഞങ്ങൾ എന്ത് ചെയ്യട്ടെ, ഈ അത്ഭുതം വ്രതനിഷ്ഠയിൽ കഴിയുന്ന ആരുടെ അടുത്ത് പോയി പറയട്ടെ, ശകുന്തളയുടെ അടുത്ത് ചെന്ന് പറയട്ടെ എന്ന് പറഞ്ഞ് തപസിമാര് അതിനുവേണ്ടി തുനിയുകയാണ്. ആ സമയത്ത് രാജാവ് എന്ത് ചെയ്യുന്നു, തന്റെ മകനെ, അല്ലെ ഇപ്പൊ തൻ്റെത് മാത്രമാണ്, അല്ലെ ഒരുപാട് ആഗ്രഹിച്ചതാണ് അവനെ കെട്ടിപ്പിടിക്കാനൊക്കെ. അപ്പൊ രാജാവ് അവനെ എന്ത് ചെയ്യുന്നു, ഒന്നും കൂടെ ചേർത്ത് ആലിംഗനം ചെയ്യാൻ ശ്രമിക്കുന്നു. ആ കുട്ടി പറയുന്നു, എന്നെ വിടൂ, അല്ലെ നിങ്ങൾ എന്നെ വിടൂ, എനിക്ക് ആരുടെ അരികിലേക്ക് പോകണം, എനിക്ക് എൻ്റെ അമ്മയുടെ അരികിലേക്ക് പോകണം. അപ്പൊ രാജാവ് പറയാണ്, കുഞ്ഞെ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പോയിട്ട് ആരെ ആനന്ദിപ്പിക്കാം, നിന്റെ അമ്മയെ ആനന്ദിപ്പിക്കാം, അല്ലെ? അപ്പൊ കുട്ടിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ കുട്ടി പറയാണ്, എന്റെ കൂടെ വരാൻ നിങ്ങൾ എന്താണ്, എന്റെ അച്ഛനൊന്നല്ലല്ലോ, അല്ലെ? എന്റെ അച്ഛൻ ദുഷ്യന്ത മഹാരാജാവാണ്, നിങ്ങളൊന്നല്ല, അല്ലെ? എന്റെ അച്ഛൻ ആരാണ്, ദുഷ്യന്ത മഹാരാജാവാണ് എന്ന് ആര് പറയുന്നു, ആ കുട്ടി പറയുന്നു. അപ്പൊ അവന്റെ സംസാരവും അവന്റെ ചിരിയും, അല്ലെ അവന്റെ എല്ലാം എന്ത് ചെയ്യുന്നു, രാജാവിനെ വളരെയധികം സന്തോഷിപ്പിക്കുന്നു, അല്ലെ? അവന്റെ വാക്കിൽ നിന്ന് തന്നെ തന്റെ മകനാണ് എന്ന പൂർണ്ണബോധ്യവും ആർക്ക് വന്നു ചേരുന്നവിടെ, രാജാവിന് വന്നു ചേരുകയും ചെയ്യുകയാണ്. നമ്മളിന്ന് പഠിച്ചത് സർവ്വധമനനും ദുഷ്യന്ത മഹാരാജാവും കണ്ടുമുട്ടുന്നതും, അല്ലെ തപസിമാരോടൊത്തുള്ള അവരുടെ സംസാരങ്ങളും, അതിൽ നിന്ന് ഈ കുഞ്ഞ് തന്റെ മകനാണെന്ന് രാജാവ് തിരിച്ചറിയുന്നതുമായിട്ടുള്ള ഭാഗമാണ്. നിങ്ങളെല്ലാവരും പാഠഭാഗം നന്നായിട്ട് വായിക്കുക, ശ്ലോകങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലാക്കുക. എന്ത് സംശയം ഉണ്ടെങ്കിലും എന്നെ അറിയിക്കുക, ഞാൻ നിങ്ങൾക്ക് കൃത്യമായ ഉത്തരം നൽകുന്നതായിരിക്കും. കാരണം എൻ്റെ ചാനൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ഇമെയിൽ അഡ്രസ്സ് ഉണ്ട്, അതിൽ നിങ്ങൾക്ക് എന്ത് സംശയങ്ങളും ഉന്നയിക്കാവുന്നതാണ്. നമുക്ക് വീണ്ടും കാണാം. ഒരിക്കൽ കൂടെ പറയാണ്, നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.